ഏത് നല്ല കാര്യവും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കാറുണ്ട്, തേങ്ങയുടയ്ക്കാറുണ്ട്, ഗണപതിയുടെ മന്ത്രം ഉരുവിടാറുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗണേശൻ, ഗജമുഖൻ, ലംബോദരൻ, വിനായകൻ, ഏകദന്തൻ, ഹേരമ്പൻ, വിഘ്നേശ്വരൻ എന്നിങ്ങനെ ഗണപതിക്ക് ധാരാളം പര്യായങ്ങളുണ്ട്. തടസ്സങ്ങൾ കൂടാതെ കാര്യസാധ്യം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിനും വ്യക്തമായ അർത്ഥമുണ്ട്. അർത്ഥമറിഞ്ഞു വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഗണം എന്നാൽ കൂട്ടമെന്നും പതി എന്നാൽ നിയന്ത്രിക്കുന്നവൻ എന്നുമാണ് അർത്ഥം. കൂട്ടത്തെ നിയന്ത്രിക്കുന്നവൻ, നയിക്കുന്നവൻ അല്ലെങ്കിൽ ഭരിക്കുന്നവൻ എന്ന അർത്ഥമാണ് ഗണപതി എന്ന പദത്തിന്. ശിവന്റെ ഭൂതഗണങ്ങളെയാണ് ഗണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ് ആ ഭൂതഗണങ്ങൾ? ആകാശത്ത് നാം രാത്രിയിൽ കാണുന്ന അനേക കോടി നക്ഷത്രങ്ങളാണ് ശിവന്റെ ഭൂതഗണങ്ങൾ. അതിൻ്റെ പതിയായി നിൽക്കുന്ന ആൾ ചന്ദ്രനാണ്. അപ്പോൾ ഗണപതി നമ്മുടെ ചന്ദ്രനാണ് എന്ന് മനസ്സിലാക്കണം. ഗണേശൻ, ഗണനായകൻ എന്ന പദങ്ങൾക്കെല്ലാം ഒരേ അർത്ഥമാണുള്ളത്. വിശേഷപ്പെട്ട നായകൻ എന്ന അർത്ഥത്തിലാണ് വിനായകൻ എന്ന് നാം വിളിക്കുന്നത്. വിനായക ചതുർത്ഥി എന്ന് കേട്ടിട്ടില്ലേ? വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 4-ാം ദിവസത്തെ ചന്ദ്രനെയാണ് വിളിക്കുന്നത്. വിനായകൻ ഗണപതിയാണല്ലോ. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 4-ാം ദിവസത്തെ ചന്ദ്രനെയാണ് വിനായക ചതുർത്ഥി എന്ന് വിളിക്കുന്നത്. വിനായകൻ ചന്ദ്രനാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ടല്ലോ. ഗണപതിയെ ലംബോദരൻ എന്നും വിളിക്കാറുണ്ട്. പൗർണമി ചന്ദ്രനെയാണ് പണ്ട് കവികൾ ലംബോദരൻ ആക്കി മാറ്റിയത്. ലംബമായ ഉദരമുള്ളവൻ, വിസ്താരമേറിയ വയർ ഉള്ളവൻ എന്നാണ് അതിനർത്ഥം. എന്നാൽ എന്തുകൊണ്ടാണ് ചന്ദ്രനെ ഗജമുഖൻ എന്ന് വിളിക്കുന്നത്? പൂർണ്ണ ചന്ദ്രബിംബത്തിലേക്ക് നോക്കി നിന്നാൽ നമുക്ക് നീണ്ട കറുത്ത പാടുകൾ കാണാൻ സാധിക്കും. അത് ഉൽക്കകൾ വീണ അടയാളങ്ങളാണ്, കുഴികളാണ്. അതിനെ ആനയുടെ തലയാക്കി ആർഷകവികൾ സങ്കല്പിച്ചു. അങ്ങനെ ചിത്രകാരന്മാർ ആനയുടെ തല വരച്ചു ചേർത്തു. ചില കവികൾ ചന്ദ്രബിംബത്തിൽ മുയലിനെ ദർശിച്ചു. ചിലർ മാനിനെയും കണ്ടെത്തി. ഏണാങ്കൻ എന്നും ശശാങ്കൻ എന്നും അവർ വിളിച്ചു. രാത്രിയിൽ കാണുന്ന ചന്ദ്രക്കലയെ വിഭാവന ചെയ്തതാണ് ഏകദന്തൻ എന്ന പേരുണ്ടായത്. അതിന് ഉപോത്ബലകമായി പരശുരാമൻ മുറിച്ചതാണെന്നൊരു കഥയും പറഞ്ഞു പരത്തി. അതല്ല, വ്യാസൻ പറഞ്ഞ മഹാഭാരതം എഴുതുന്നതിനിടയിൽ എഴുത്ത് തൂവൽ തെളിയാതെ വന്നപ്പോൾ ഗണപതി ഒരു കൊമ്പ് ഊരിയെടുത്ത് എഴുതി എന്നും കേൾക്കുന്നുണ്ട്. തപ്തകാഞ്ചന സന്നിഭം എന്ന് പറയുന്നത് കൊണ്ട് ഗണപതിയുടെ ശരീരം ചുട്ടുപഴുത്ത സ്വർണം പോലെയാണെന്നും മനസ്സിലാക്കണം. നമ്മൾ കരുതും പോലെ ആന കറുപ്പല്ല. മഹാകായം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? കാഴ്ചയിൽ ചന്ദ്രൻ ഒഴികെ മറ്റെല്ലാ ഗ്രഹങ്ങളും അകലെയായതിനാൽ കാഴ്ചയ്ക്ക് അവ ചെറുതായും ചന്ദ്രൻ വലുതായും കാണപ്പെടുന്നു. അതുകൊണ്ടാണ് മഹാകായം അല്ലെങ്കിൽ വലിയ ശരീരമുള്ളവൻ എന്ന് വിളിച്ചു പോയത്. ഹേരപ്പൻ എന്നാൽ ദൈന്യതയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. കറുത്ത വാവിൽ നിന്നും ക്രമേണ ഉയർന്നുയർന്ന് പൗർണമിയിലെത്തി പ്രകാശം പരത്തുന്ന ആളാണ് ചന്ദ്രൻ. അതുകൊണ്ടാവണം ഹേരമ്പൻ എന്ന് വിളിക്കപ്പെട്ടത്. വിഘ്നേശ്വരൻ എന്ന് ചന്ദ്രനെ വിളിച്ചതാരാണ്? ജ്യോതിഷന്മാരായിരിക്കണം ആ പദം ആദ്യമായി വിളിച്ചത്. ജ്യോതിചക്രത്തിൽ ഏറ്റവും വേഗതയാർന്ന ഗ്രഹം ചന്ദ്രനാണ്. 2.25 ദിവസം മതി ചന്ദ്രന് ഒരു രാശി കടന്നു പോകുവാൻ. നമ്മൾ ദിവസ ഫലങ്ങൾ പത്രങ്ങളിൽ കാണാറുണ്ടല്ലോ. അത് തയ്യാറാക്കുന്നത് ചന്ദ്രന്റെ സഞ്ചാരം നോക്കിയാണ്. പെട്ടെന്നാണ് ഫലം മാറുന്നത്. ഇന്ന് നല്ലതെങ്കിൽ നാളെ മോശമായിരിക്കും ഫലം. ജന്മക്കൂറിൻ്റെ 2, 4, 5, 8, 9, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ചന്ദ്രൻ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യില്ല, വിഘ്നങ്ങളെ ചെയ്യും. ജന്മക്കൂറിൻ്റെ 1, 3, 6, 7, 10, 11,
ഭാവങ്ങളിൽ നിൽക്കുന്ന ചന്ദ്രൻ ഗുണഫലങ്ങൾ നൽകുമെങ്കിലും അതിൻ്റെ വേധസ്ഥാനങ്ങളായ 5, 4, 12, 2, 9, 8 എന്നീ സ്ഥാനങ്ങളിൽ ബുധൻ ഒഴിച്ച് മറ്റൊരു ഗ്രഹം നിന്നാൽ ഗോചരഫലം സിദ്ധിക്കുകയില്ല. വേധസ്ഥാനം ശൂന്യമായിരിക്കണം. പലപ്പോഴും ഫലസിദ്ധിക്ക് വിഘ്നം വരുത്തുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ എപ്പോഴും വിഘ്നമുണ്ടാക്കുന്ന ഗ്രഹം ചന്ദ്രൻ തന്നെ ആയതിനാലാവണം വിഘ്നേശ്വരൻ എന്ന് ചന്ദ്രന് പേര് നൽകിയത്. 2-ാം ഭാവത്തിൽ ധനനാശവും, 4-ൽ ഉദരരോഗവും, 5-ൽ കാര്യവിഘ്നവും, 8-ൽ മരണഭയവും, 9-ൽ ശത്രുഭയവും, 12-ൽ രോഗപീഠയുമാണ് ഫലം. ഒന്നും നല്ല കാര്യങ്ങളല്ല എന്ന് മാത്രമല്ല, വിഘ്നങ്ങളാണ് താനും. ഈ കഷ്ടപ്പാടുകൾ മാറുന്നതിനു വേണ്ടിയാണ് പണ്ടുള്ള ജ്യോതിഷന്മാർ വിഘ്നേശ്വരായ നമ എന്ന് ജപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. വിഘ്നങ്ങൾ മാറുന്നതിന് വിഘ്നം വരുത്തുന്നവനോടല്ലാതെ മറ്റാരോടാണ് അപേക്ഷിക്കേണ്ടത്? എന്നാൽ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. ഗണപതി അല്ലെങ്കിൽ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ദുസ്ഥാന സ്ഥിതി മനപ്രയാസം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും വളരെ വലിയ വിശകലനം ആവശ്യമായി വരുന്നുണ്ട്. മനസ്സാണ് നമുക്കെല്ലാം നേടിത്തരുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്രതിരൂപമാണ് മനസ്സ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രപഞ്ചത്തോടാണ്. കഠിന പ്രാർത്ഥന, ദാനം, നിഷ്കാമകർമ്മം എന്നിവ പ്രപഞ്ചത്തെ അനുകൂലമാക്കും. മനസ്സാണ് ശക്തിപ്പെടുത്തേണ്ടത്. മനസ്സിനെ പോസിറ്റീവാക്കുന്നതിന് പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കും സാധിക്കും. പ്രാർത്ഥനാ മന്ത്രങ്ങൾ പോസിറ്റീവായ വാക്കുകൾ കൊണ്ട് വേണം നിർമ്മിക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള പദങ്ങൾ മനസ്സിനെ കലുഷിതമാക്കുകയുള്ളൂ. വിഘ്നം എന്ന പദം നെഗറ്റീവാണ്. വിഘ്നം, നാശം, മരണം, അപകടം, ദുശ്ശകുനം, അസുഖം, കഷ്ടപ്പാട്, ദുരിതം, ദുരന്തം, വേദന, അസ്വസ്ഥതകൾ, മനപ്രയാസം, പട്ടിണി, ദാരിദ്ര്യം എന്നീ പദങ്ങൾ പ്രാർത്ഥനയിൽ പരമാവധി ഉൾപ്പെടുത്താതിരിക്കുക. മനപ്രയാസത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്. അത് മനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റെല്ലാ അസ്വസ്ഥതകളും മാറാൻ അത് മതി. പണ്ടുള്ളവർ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചത് ഇതുകൊണ്ടാണ്. വിഘ്നേശ്വരായ നമ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവനെ വണങ്ങുന്നു എന്നാണ്. നമ്മുടെ ധനം അപഹരിക്കാൻ വരുന്ന കള്ളനോട് തസ്കരായ നമ എന്നോ, കൊല്ലാൻ വരുന്നവനോട് കാലദേവായ നമ എന്ന് പറയും പോലെ നിരർത്ഥകവും നിഷ്ഫലവുമായ ഒരു നെഗറ്റീവ് പ്രാർത്ഥനയാണത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ചന്ദ്രനാണ്. നമുക്ക് ചന്ദ്രൻ്റെ മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ഗണപതയെ നമ, ഗണേശായ നമ, ഗണനായകായ നമ എന്നിങ്ങനെ ജപിച്ചാൽ മതിയാവും. വിഘ്നങ്ങൾ ചെയ്യുക എന്നത് വേലിയേറ്റം വേലിയിറക്കം പോലെ അദ്ദേഹത്തിൻ്റെ നൈസർഗിക സ്വഭാവമാണ്. അതിൽ നിന്ന് രക്ഷ നേടുവാൻ പോസിറ്റീവ് പ്രാർത്ഥനയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി നിർബന്ധമാണെങ്കിൽ വിഘ്നാശിനേ നമ എന്ന് പ്രാർത്ഥിക്കുക. അതിനർത്ഥം വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നവനെ നമിക്കുന്നു എന്നാണ്. വിജ്ഞാനപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.